അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. നമ്മൾ സൂറ നജ്മ് 55 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 56 മുതൽ 62 വരെയുള്ള ആയത്തുകൾ, ഇതോടുകൂടി ഈ സൂറത്ത് അവസാനിക്കും. ഈ സൂറത്തിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അഭൗതികത, അതേപോലെ തന്നെ ആത്മീയത, വിശ്വാസം എന്നീ കാര്യങ്ങളിലുള്ള തെറ്റും ശരിയുമായിട്ടുള്ള നിലപാടുകളെ കുറിച്ചാണ് ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. അതിൽ ശരിയായ കാഴ്ചപ്പാടാണ് വഹീ മിഅ്റാജൊക്കെ നമ്മൾ പഠിച്ചത്. തെറ്റായ കാഴ്ചപ്പാടുകളാണ് നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിഗ്രഹാരാധന, അതേപോലെ തന്നെ സ്വയം ഊഹിച്ചെടുക്കുന്ന ശരിതെറ്റുകൾ, അതേപോലെ സ്വയം ഊഹിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ എണ്ണം ഇത്ര മതി എന്നൊക്കെ ആലോചിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മളെ ജീവിതത്തിൽ ചുറ്റും നമുക്ക് ധാരാളം വൈവിധ്യങ്ങളുണ്ട്. ഇപ്പോൾ ആണ് പെണ്ണ്, രാത്രി പകൽ, ഇതിനെ തെറ്റായി മനസ്സിലാക്കേണ്ട പ്രശ്നമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് സമാനമായി മനുഷ്യൻ്റെ മറ്റൊരു പ്രശ്നമാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആയത്തിൻ്റെ വാക്കർത്ഥം നോക്കിയിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. 56-ാമത്തെ ആയത്ത് ഒന്ന് അതിൻ്റെ അർത്ഥം നോക്കിക്കോ. ഹാദാ നദീറും മിൻ നുദുരിൽ ഊല. നുദുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നറിയിപ്പ് എന്നാണ് അർത്ഥം. മുന്നറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന എന്തിനെങ്കിലും കുറിച്ച്, എന്തെങ്കിലും അപകടത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പം ഒരു അലേർട്ട്നെസ് അലേർട്ട് കൊടുക്കുന്നതാണ് മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഹാദാ നദീറും, നദീർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് കൊടുക്കുന്നവൻ. ഹാദാ നദീറും, ഈ പ്രവാചകൻ എന്ന് പറയുന്നത് മുന്നറിയിപ്പുകാരനാണ്. മിൻ നുദുരിൽ ഊല, പൂർവികരായ മുന്നറിയിപ്പുകാരുടെ കൂട്ടത്തിൽപ്പെട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂറത്തിൻ്റെ മൊത്തം ഒരു ടോണ് മാറ്റുന്ന ആയത്താണ് ഇത്. കാരണം ഇതുവരെ അള്ളാഹു മുന്നറിയിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ അള്ളാഹു ജീവിതത്തിലെ കുറേ വിഷയങ്ങൾ നമ്മളോട് പറയായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇന്നതൊക്കെ സംഭവിക്കും, നമ്മൾ തെറ്റ്, ഇതൊക്കെ ധാരാളം വിഷയങ്ങൾ, നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അള്ളാഹു ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും മുന്നറിയിപ്പായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ്, സാധാരണ ഒരു ഓപ്ഷനിലായിട്ട് ഒരു പുതിയ അറിവ് വെറുതെ നൽകുന്ന കാര്യമല്ല. ഇതിനൊക്കെ ഒരു കോൺസിക്വൻസ് എന്താണ്, നാളെ പോയിട്ട് ഇതിന് തെറ്റും ശരിയായ നിലപാടിന് നാളെ എന്തുണ്ടാവും, അതിന് വിചാരണ ഉണ്ടാവും, തെറ്റുകാർക്ക് ശിക്ഷ ഉണ്ടാവും എന്ന ഒരു ഇതും കൂടി എന്തുണ്ട്, ഇതുവരെ പറഞ്ഞ കാര്യത്തിനുണ്ട് എന്ന് പറയുന്നതാണ് മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്ത്, ആണും പെണ്ണും ഞാൻ സൃഷ്ടിച്ചു എന്നുള്ളത്. അപ്പോൾ ആണും പെണ്ണും ഞാൻ സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു അറിവ് മാത്രമല്ല, അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്താണ് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, ശരിയായ രീതിയിൽ ഈ വൈവിധ്യങ്ങളെ ഒരാൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും, അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഉണ്ടാവും എന്ന് പറയുന്നതാണ് നദീർ അല്ലെങ്കിൽ നുദിർ എന്ന് പറയുമ്പോൾ അള്ളാഹു അള്ളാഹു അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നുദിർ മുന്നറിയിപ്പ് ശരിക്ക് അള്ളാഹു ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരം പല സ്ഥലങ്ങളിലും ബഷീറും വനദീറും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനും എന്ന് പറയുന്നുണ്ട്. ഖുർആനെ അള്ളാഹു എന്ത് പറയുന്നുണ്ട്, മുന്നറിയിപ്പായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറ യൂനുസിൽ നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം ഒരു മുന്നറിയിപ്പാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. കുലിൻദുറു മാദാഫിസ് സമാവാത്തി വൽ അർള്, നിങ്ങൾ പ്രപഞ്ചത്തെ നോക്കുന്നില്ലേ, വമാ തുഗ്നിൽ ആയാത്തു വൻ നുദിർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചുറ്റും ചന്ദ്രനും സൂര്യനുമൊക്കെ നാളെ ഒരു വിചാരണ വരാൻ പോകുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് 56-ാമത്തെ ആയത്ത്. 57-ാമത്തെ ആയത്തിൽ അസിഫത്തിൽ ആസിഫ എന്നാണ്. അസിഫത്തിൽ ആസിഫ. അപ്പം അതിൻ്റെ നേരെയുള്ള അർത്ഥം വളരെ സമീപസ്ഥമായ ഒരു സംഭവം അടുത്ത് വരാനിരിക്കുന്നു എന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത്, ഈ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഖിയാമത്ത് നാളിനെ കുറിക്കുന്നത് തന്നെ ആസിഫ എന്നാണ്. എന്ന് വെച്ചാൽ
വളരെ അടുത്തുള്ളത് എന്നതായിട്ടാണ് ഇപ്പോൾ വാക്കിയ എന്ന് ഉപയോഗിക്കുന്നുള്ളത്. ഇതാ വക്കത്തിൽ വാക്കിയ എന്ന് പറഞ്ഞാൽ വക്ക എന്ന് പറഞ്ഞാൽ എന്തായാലും സംഭവിക്കുന്നത് എന്നാണ്. അപ്പൊ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഖിയാമത്ത് നാൾ എന്നല്ല പറയുന്നത്, എന്തായാലും സംഭവിക്കുന്നു എന്ന് ഖിയാമത്ത് നാളിന്റെ പേരെന്നെ എന്താണ്, അതാണ്. അപ്പൊ അസിഫത്തിൽ ആസിഫ എന്ന് പറയുന്നത് ഖിയാമത്ത് നാള് അല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുന്ന ദിവസം എന്ന് പറയുന്നത് വളരെ അടുത്താണ് എന്നുള്ളത് അതിൻ്റെ ഇൻബിൽട്ട് ക്യാരക്ടറാണ് എന്ന് കൂടി കുടിക്കുന്ന പദമാണ് എന്ന് കാണാൻ പറ്റും. അപ്പം ശിക്ഷയുടെ വിശദാംശങ്ങളൊന്നും പറയാതെ എന്തിനെ കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്, വളരെ അടുത്ത് വരുന്ന പോകുന്ന ഒരു സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് കാണാൻ കഴിയും. 58-ാമത്തെ ആയത്തിൽ ലൈസ ലഹ മിൻ ദൂനില്ലാഹി കാഷിഫ. കാഷിഫ എന്ന് പറഞ്ഞാൽ, കഷഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ നീക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹുവിനല്ലാതെ അതിനെ എടുത്തു മാറ്റാൻ കഴിയുകയില്ല എന്നാണ്. അപ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അള്ളാഹ്ക്ക് മാത്രമേ ഈ ലോകത്തിൻ്റെ മറ നീക്കിയിട്ട് പരലോകത്തിനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന അർത്ഥമുണ്ട്. അതേപോലെ പരലോകം വന്നു കഴിഞ്ഞാൽ നമ്മളടുന്ന് ശിക്ഷയെ എടുത്തു മാറ്റാനും ആർക്ക് മാത്രമേ കഴിയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇതിവിടെ പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഈ സൂറത്തിൽ ഉടനീളം അള്ളാഹ്ക്ക് ശിപാർശകർ അല്ലെങ്കിൽ പിന്നെ വിഗ്രഹങ്ങൾ, മറ്റ് ദൈവങ്ങൾ ഒക്കെ ഈ സൂറത്തിൻ്റെ വിഷയമാണ്. അള്ളാഹു ഇവിടെ പറയുന്നത് ഒരു ശിക്ഷയുടെ ദിനം വരാനുണ്ട്, വിചാരണയുടെ ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ ശിക്ഷയെ മാറ്റാൻ ഒരൊറ്റ ദൈവത്തിന്, ഒരു ഇലാഹിനെ കഴിയുള്ളൂ. അത് ആർക്ക് മാത്രമാണ്, അള്ളാഹ്ക്ക് മാത്രമാണ് എന്നാണ്. അപ്പം ഈ 3 ആയത്തുകളെ വെച്ചുകൊണ്ട് ഇനി തെറ്റായ 3 നിലപാടുകളെ അള്ളാഹ് പഠിപ്പിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഗൗരവമുള്ളതാണ്, ഈ ജീവിതം ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഉത്തരവാദിത്വത്തിനെ പരിഗണിക്കുന്ന കാര്യത്തിൽ മനുഷ്യനുണ്ടാകാവുന്ന 3 തെറ്റായ നിലപാടുകളാണ് ഇനി പറയാൻ പോകുന്നത്. 59-ാമത്തെ ആയത്തിൽ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, ചോദ്യമാണ്. നിങ്ങൾ എന്നിട്ടും ഈ വാർത്തയെ പറ്റി തഅജബൂൻ, അജബ്, നിങ്ങൾക്ക് ആശ്ചര്യമാണോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അജബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനെങ്കിലും ഭയങ്കര വിചിത്രമായി തോന്നുക, അസാധാരണവും വിചിത്രവുമായി നമുക്ക് തോന്നുമാണ് എന്ത് ചെയ്യുക, നമുക്ക് അജബ് എന്ന് പറയാം. ഭയങ്കര അത്ഭുതം തോന്നുക, നമ്മൾ സാധാരണ കാണാത്ത ഒരു സാധനത്തിനെ കാണുന്നതാണ് അജബ് എന്ന് പറയാം. അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം നമുക്ക് അത്രയും കൃത്യമായിട്ട് എത്രയും തെളിഞ്ഞ കാര്യം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോഴും അത്ഭുതമാണോ എന്നാണ്. ഇവിടെ അത്ഭുതം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻസിലല്ല ഉപയോഗിക്കുന്നത്. അത്ഭുതം നമുക്ക് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും, വരും. പക്ഷെ ഇവിടെ നെഗറ്റീവ് സെൻസിലാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റിയാലിറ്റിയെ കുറിച്ച് എനിക്കൊരു ബോധമുണ്ട്, ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്. ഈ ലോകം, ഇവിടുത്തെ മരം, ഇവിടുത്തെ ചെടി, ഇവിടുത്തെ ജീവിതം, അതല്ലാത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിട്ട് ഇതിനെ കാണുകയാണോ എന്നതാണ് എന്ത്, ആ ഒരു നെഗറ്റീവ് സെൻസിലാണ് അള്ളാഹു അത് ചോദിക്കുന്നത്. 60-ാമത്തെ ആയത്തിൽ വതൽഹഖൂന വലാ തബ്കൂൻ, ഭയങ്കര പ്രയോഗമാണ്. വതൽഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിച്ചു കൊണ്ടിരിക്കുകയും കരയാതിരിക്കുകയും ചെയ്യുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിരി കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തോ സന്തോഷം വന്നിട്ട് സന്തോഷിക്കുന്നതിനെയും ദുഃഖം വന്നിട്ട് കരയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ചിരി എന്ന് പറയുന്നത് ഗൗരവമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് പറയാനാണ്, വില കുറച്ച് കാണുന്നതിനെ കുറിച്ച് പറയാനാണ്. എന്ന് വെച്ചാൽ പരലോകം പോലെ, ഖിയാമത്ത് നാൾ പോലെ ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം നമുക്ക് അറിവുണ്ടായിട്ടും നിങ്ങൾ അതിനെ കരച്ചിൽ എന്ന് പറയുന്നത് എന്താണ്, ഉത്തരവാദിത്ത ബോധവും നഷ്ടഭയവും ഒക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗൗരവത്തെ കുറിക്കാനാണ് ഇവിടെ കരച്ചിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഗൗരവമില്ലാതെ നിങ്ങളൊരു ചിരിയുടെ ഭാവത്തിലാണോ, എന്തുകൊണ്ടാണ് നമുക്ക് കരച്ചിൽ വരാത്തത് എന്ന് അള്ളാഹ് ചോദിക്കുന്നു. 61-ാമത്തെ ആയത്തിൽ വ അൻതും സാമിദൂൻ, സമദ് എന്ന് പറയുന്നത് ഒരു രീതിയിലും മാറാൻ തയ്യാറാകാതെ ഉറച്ചു നിൽക്കുന്നതിനെയാണ് സമദ് എന്ന് പറയുക. ഖുർആനിൽ ആകെ ഒറ്റ പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ, അത് ഈ സൂറത്തിലാണ്. അപ്പോൾ അൻതും സാമിദും എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നിലപാട് മാറ്റാതെ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. എന്നിട്ട് അവസാനത്തെ ആയത്തിൽ ഗൗരവമുള്ള ഈ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന 2 ശരിയായ നിലപാടുകളെ പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. അതെന്താണ്? ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ, ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ. സുജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം താഴുക, കുനിയുക എന്നൊക്കെയാണ് സുജൂദിൻ്റെ അർത്ഥം. ഒരാൾ ശരീരത്തിൻ്റെ പൊസിഷൻ കൊണ്ട് വിനയം കാണിക്കുന്നതാണ് സുജൂദ്. നമ്മൾ നമസ്കാരത്തിൽ സുജൂദ്, അല്ലാതൊക്കെ സുജൂദ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിൻ്റെയോ മുന്നിൽ
ഒന്നുമല്ലാതെയായി താഴ്ന്നു നിൽക്കുന്നതാണ് സുജൂദ്. അപ്പം ചിരിക്കുക, അല്ലെങ്കിൽ അജബ്, അല്ലെങ്കിൽ മാറാതെ നിൽക്കുന്നതിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അള്ളാഹിൻ്റെ മുന്നിൽ മൊത്തം സമർപ്പിച്ച് സുജൂദ് ചെയ്യുക. അതേപോലെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അബദ് അടിമാണ്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വിധേയത്വമാണ്. എല്ലാം ഒരാളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് ഇബാദത്ത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം, ഹജ്ജ് മാത്രമല്ല, അള്ളാഹുവിനെ അനുസരിച്ച് കൊണ്ട് നമ്മൾ ചിരിക്കുന്നത് പോലും എന്താണ്? ഇബാദത്താണ്. അപ്പം എല്ലാം അള്ളാഹ്ക്ക് വിധേയപ്പെട്ട് ചെയ്യുന്നതൊക്കെ ഇബാദത്താണ്. അപ്പം വളരെ ആഴമുള്ള ജീവിതത്തിനെ കുറിച്ച് മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു. ഈ സൂറത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ, സൂറ നജ്മ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, സൂറ നജ്മിൽ എവിടെയും നമസ്കാരത്തെക്കുറിച്ച്, ഹജ്ജിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ആഴത്തിൽ നമുക്കൊരു വിശ്വാസി ആയിരിക്കെ നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ള കുറേ സൈക്കോളജിക്കൽ പ്രശ്നമാണ് ഈ സൂറത്ത് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്? അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത് ഒരു താത്വികമായ ഭയങ്കര രസമുള്ള തിയറിറ്റിക്കൽ ഡിബേറ്റ് അല്ല. എന്ന് വെച്ചാൽ കുറേ തത്വങ്ങൾ ഇങ്ങനെ അറിവ് തരുകയല്ല. ഇത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ഒരാളിത് ഓപ്ഷണൽ അല്ല. ഇതെടുത്താൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് എന്ത്? ഇനി വരാൻ പോകുന്ന ഒരു പരലോകം എന്ന ഗൗരവമുണ്ട്. അങ്ങനെ ഗൗരവമുള്ള ഒരു ജീവിതമായിരിക്കെ മനുഷ്യന് വരാൻ സാധ്യതയുള്ള 3 തെറ്റായ സ്വഭാവങ്ങൾ. ഒന്ന് അജബാണ്, എപ്പോഴും ഒരു ആശ്ചര്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അജബ്. 2 ചിരിക്കുക, നിരന്തരമായിട്ട് ഒരു ഗൗരവമില്ലാത്ത അവസ്ഥ ഉണ്ടാകുക. 3 സാമിദ് എന്നുള്ളതാണ്. 2 ശരിയായ റിയാക്ഷൻ എന്ന് പറയുന്നത് സുജൂദും ഇബാദത്തും. നമുക്ക് ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേത് അജബ്. അജബ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക, ആശ്ചര്യപ്പെടുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ക്യൂരിയോസിറ്റിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ക്യൂരിയസ് ആകാന്ന് പറയില്ല, എന്ന് വെച്ചാൽ ഇതെന്താണാവോ എന്ന്, അതിനെക്കുറിച്ചല്ല അള്ളാഹു ഇവിടെ പറയുന്നത്. ഇത് പറയുന്നത് ഒരിക്കലും തനിക്ക് മനസ്സിലായ ഒരു കാര്യത്തിന് അപ്പുറമുള്ള ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ. നിങ്ങൾ ചിലപ്പോൾ ഈ ഡിബേറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ പറയുമ്പം അങ്ങനെ കാണാൻ കഴിയാത്ത ഒരു പോസിബിലിറ്റിയെ പോലും ചിന്തിക്കാൻ പോലും റെഡിയാകാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ഡിബേറ്റ് സാധ്യമല്ല. കാണാൻ കഴിയാത്തതിനെ ഒന്നും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നിടത്ത് എന്താവില്ല ഒന്ന്. അതാണ് അജബ്. എപ്പോഴും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തൻ്റെ റിയാലിറ്റിൻ്റെ അപ്പുറമുള്ളൊരു സാധനത്തെക്കുറിച്ച് ഒരു അജബ് മാറ്റി വെക്കുന്ന അജബോട് കൂടി ആകുമ്പം ഒരു വിഷയമാണ് എന്ന് കാണാൻ പറ്റും. ഈ ഖുർആനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അജബ് എന്ന പദം അള്ളാഹു നിരന്തരം നെഗറ്റീവായിട്ട് കൂടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അജബിന് ശേഷം എപ്പോഴും വരുന്നത് നിരാകരണമാണ്. അതാണ് വിശ്വാസത്തിന് നിരാകരണമായിട്ട് കാണാൻ പറ്റും. ഈ സൈക്കോളജിയിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സർപ്രൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. അഡാപ്റ്റീവ് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. അഡാപ്റ്റീവ് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സർപ്രൈസ് ഉണ്ടാവും എന്തോ ഒരു പുതിയ വിഷയം കാണുമ്പോൾ. പക്ഷെ അതെന്ത് ചെയ്യും? നമ്മളെ പുതിയ അറിവിലേക്കും പുതിയ നിലപാടിലേക്കും നയിക്കും. നമ്മൾ അഡാപ്റ്റ് ചെയ്യും. ആ സർപ്രൈസിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. നമ്മളൊരു പുതിയ കാര്യം കാണുമ്പോൾ ഓക്കെ, എൻ്റെ പഴയത് തെറ്റാണ്, ഇതും കൂടി സാധ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്യുന്നതാണ് പോസിറ്റീവായിട്ടുള്ള സൈക്കിൾ. ഇതിനെ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നു. അതിനെക്കുറിച്ചല്ല പറയുന്നത്. രണ്ടാമത് സൈക്കോളജിയിൽ പറയുന്ന തെറ്റായിട്ടുള്ള സർപ്രൈസ് എന്ന് പറയുന്നത് ഡിഫെൻസീവ് സർപ്രൈസ് ആണ്. ഡിഫെൻസീവ് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാഴ്ചപ്പാടുകൾക്ക് ഭീഷണിയായ ഒരു പുതിയ കാര്യത്തിന് എന്ത് ചെയ്യൂല, അതിനപ്പം തന്നെ എന്ത് ചെയ്യും? ഡിഫെൻഡ് ചെയ്യും. അതാണ് ഡിഫെൻസീവ് സർപ്രൈസ് എന്ന് പറയുന്നത്. അള്ളാഹു ഇവിടെ പറയുന്നത് ഈ ഡിഫെൻസീവ് സർപ്രൈസിനെ കുറിച്ചാണ്. ഖുർആനിൽ പോസിറ്റീവ് അജബിനെ കുറിച്ച് പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാം സൂറ അറാഫിൽ 143 ആയത്തിൽ തൂർ പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ട് അള്ളാഹിനോടൊരു അജബ് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല റബ്ബി അരിനി അൻദുർ ഇലൈക് എന്നാണ്. പഠിച്ചവനെ എനിക്ക് നിന്നൊന്ന് കാണണം എന്ന് പറയുന്നത്. ഇതൊരു ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാധനത്തിനോടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്, അവിടെ പോസിറ്റീവാണ്. എന്നിട്ട് അള്ളാനെ കാണാൻ കഴിയില്ല, ജസ്റ്റ് അനുഭവിക്കാനേ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് കാല സുബ്ഹാനക തുബ്തു ഇലൈക് വാന അവ്വലുൽ മുഅ്മിനീൻ എന്നാണ്. ഞാൻ എന്താണ്? മുഅ്മിനീകളിൽ ഏറ്റവും ഒന്നാമനാണ്. ഇതാണ് അഡാപ്റ്റീവ് സർപ്രൈസ് എന്ന് പറയുന്നത്. വെച്ചാൽ അജബ് ഉള്ളത് കുഴപ്പമില്ല, പക്ഷെ ആ അജബിന് ശേഷം ഒരു റിയലൈസേഷൻ, തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഖുർആനിൽ അള്ളാഹ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
അജബില്ലാതെ തന്നെ ധാരാളം പിന്നെ അള്ളാഹിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും മനസ്സിലാക്കാൻ മാത്രം തെളിവുകൾ എന്തുണ്ട് ഈ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് അജബിൽ നിൽക്കുന്നു അള്ളാഹിനെ കുറിച്ച് എന്നാണ് അള്ളാഹിന്റെ ചോദ്യം. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ സൂറ റഅദിൽ തുടക്കത്തിൽ 5 ആയത്തുകൾ എടുത്ത് വായിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 4 ആയത്തുകളിൽ അള്ളാഹ് പറയുന്നത് ഭൂമി പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ കുറിച്ചാണ്. ഭൂമിയെ വിശാലമാക്കി, പർവ്വതങ്ങൾ ഉണ്ടാക്കി, നദി ഉണ്ടാക്കി, ഇങ്ങനെ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്ന നമുക്ക് അജബ് തോന്നുന്ന ധാരാളം തെളിവുകൾ സൃഷ്ടിപ്പുകളെ കാണിച്ചതിന് ശേഷം അള്ളാഹ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ ഫഅജബുൻ ഖൗലുഹും, അതിനേക്കാൾ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വർത്താനാണ്. എന്താണ് വർത്താനം? ഇദാ കുന്നാ തുറാബൻ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, നമ്മൾ മണ്ണായി കഴിഞ്ഞാൽ പുതിയൊരു സൃഷ്ടിയാക്കുമോ എന്ന് ആൾക്കാർ ചോദിക്കുന്നതാണ്. നിങ്ങൾ പർവ്വതങ്ങളെ അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതം. കാരണം പർവ്വതങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവുണ്ട് എന്ന് കാണാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ അജബ് എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം പിന്നെ ഇതിൽ ഖുർആൻ പറയുന്നത് നമുക്ക് അജബ് ഉണ്ടാവുമ്പോൾ അത് ഹംദിലേക്ക്, അൽഹംദുലില്ലാ എന്ന് വെച്ചാൽ അള്ളാഹിനെ സ്തുതിക്കുന്നതിലേക്ക് തീരണം. ഇതാണ് ഒന്നാമത്തെ വിഷയം. അപ്പം ജീവിതത്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകാവുന്ന തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള സർപ്രൈസ് ഉണ്ടാകുക എന്നുള്ളതും ആ ആശ്ചര്യത്തിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മളെ കുറേ കൂടെ ബാധിക്കുന്ന കാര്യം വതൽഹകൂന വലാ തബുക്കൂൻ എന്നാണ്. വതൽഹകൂന വലാ തബുക്കൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിരന്തരം ചിരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ കരയാത്തത് എന്ന് സൃഷ്ടാവ് ചോദിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഖുർആനിൽ നോക്കിയാൽ മക്കി കാലഘട്ടത്തിൽ പിന്നെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തിരുന്നവർ പിന്നെ നിരന്തരം ഉപയോഗിച്ച ഒന്ന് പരിഹാസമാണ്. പ്രവാചകൻ കൊണ്ടുവന്ന കാര്യത്തിനെ വില കുറഞ്ഞ് ചിരിച്ചു തള്ളുക എന്ന് പറയുമല്ലോ, ചിരിച്ചു തള്ളുക എന്നുള്ളത് അതൊരു അർത്ഥമാണെന്ത്, ചിരിച്ചു തള്ളുക. ഒരു സാധനത്തിനെ എത്രയൊക്കെ വലിയ കാര്യമായിട്ട് അവതരിപ്പിച്ചാലും ഇത് ഏതെങ്കിലും ജിന്ന് ബാധിച്ചതാണ് എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളുക എന്നതാണ് ഇതിലൊന്നാമത്തേത്. പിന്നെ ഇതിൽ പിന്നെ തിരിച്ച് നമ്മൾ സൈക്കോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ സൈക്കോളജിയിൽ ഡിഫ്ലക്റ്റീവ് ലാഫർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറാനുള്ള ചിരിയാണ്. നമ്മളെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ ചിന്തകളെ മാറ്റാൻ സാധ്യതയുള്ള ഒരു സാധനം വരുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ ചിരിച്ചു തള്ളുക. നിങ്ങൾ പിന്നെ ഈ ചില ആൾക്കാരോട് ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചിരിച്ചിട്ട് എന്ത് ചെയ്യും, ആദ്യത്തിന് നമ്മൾ പറയുന്ന വാദത്തിന് വില കുറച്ചാണ്. ഏതോ നൂറ്റാണ്ടിലെ സാധനം കൊണ്ടാണല്ലോ നിങ്ങൾ വരുന്നത് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഡിബേറ്റിന് സാധനം നമ്മൾ എപ്പോഴും താഴത്തിലേക്ക് പോവാണ്. അപ്പം ഇതാണ് ഒന്ന് എന്ന് പറയുന്നത്. രണ്ട്, ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ഒരു തരത്തിലും ഗൗരവമില്ലാത്ത ജീവിതം ഉണ്ടാകുക എന്നുള്ളതാണ്. ഗൗരവമില്ലാത്ത ജീവിതം. സങ്കടങ്ങളെ എന്തുകൊണ്ടാണ് നമ്മുടെ സങ്കടങ്ങളെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ സങ്കടങ്ങളെ കുറിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മളൊരു ഒരു പെട്ടെന്നൊരു വല്ലാത്തൊരു ഷോക്ക് ആയ ഒരു സന്ദർഭം ഇപ്പം ഉണ്ടായി. സങ്കടങ്ങളും ഇത്തരം ഷോക്കുകളും എന്താ ചെയ്യുക വെച്ചാൽ അത് മാത്രമാണ് മനുഷ്യനെ ഉള്ളിലേക്ക് നോക്കാനും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാനും ഉള്ളു തകരാനും സാധിക്കുക. ചിരിയേക്കാൾ കരച്ചിലാണ്. നിങ്ങൾ ആലോചിക്കുക, എപ്പോഴാണ് നമ്മൾ ഉള്ളിൽ നോക്കിയിട്ട് ജീവിതത്തിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചിരിച്ച് സന്തോഷിക്കുന്ന സമയത്തല്ല. ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൗരവം ഉണ്ടാകുമ്പോഴാണ്, തകർച്ച ഉണ്ടാകുമ്പോഴാണ്, പ്രതിസന്ധി ഉണ്ടാവുകയാണ്. സത്യം തിരിച്ചറിയാൻ ഇത് വളരെ ആവശ്യമാണ്. ചിരിയും നർമ്മവും ജീവിതത്തിൻ്റെ ഭാഗമാണ്, ആവശ്യമാണ്. എങ്കിലും ഇവ ഇല്ലാതാക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹു ഇവിടെ പറയുന്നത് നിങ്ങൾ പരലോകത്തിലേക്ക് വേണ്ടി ഇവിടെ ജീവിക്കുന്നവർ ആണ്. അപ്പം ആ പരലോക വിജയത്തിന് വേണ്ട ഒരു ഗൗരവം നമുക്ക് എന്ത് വേണം, ഈ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് കാണാൻ പറ്റും. ഇതിൽ 2-3 കാര്യങ്ങൾ, പിന്നെ 2-3 ആയത്തുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം കുറെ കൂടെ ക്ലിയർ ആവും. സൂറ മുഅ്മിനൂനിൽ 76-ാമത്തെ ആയത്തിൽ വലഖദ് അഖദ്നാഹും ബിൽ അദാബി ഫമസ്തകാനൂ ലിറബ്ബിഹിം വമാ യതളറഊൻ എന്നുള്ള വിളിക്കുന്നുണ്ട്. അള്ളാഹു നാം അവരെ ശിക്ഷയുമായി പിടികൂടി എന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്തോ ഒരു പ്രതിസന്ധി കൊടുത്തിട്ട് അള്ളാഹ് എന്ത് ചെയ്തു, ശിക്ഷിച്ചു.
എന്നിട്ടും അവർ തങ്ങളുടെ രക്ഷിതാവിന് കീഴൊതുങ്ങുന്നില്ല, അവർ താഴ്മ കാണിക്കുന്നില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പടച്ചവൻ നമുക്ക് പ്രതിസന്ധി തരുന്നത് നമ്മളെ ഒന്ന് തകർത്ത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ നോക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചിരിയേക്കാൾ അള്ളാഹ് ഫോക്കസ് ചെയ്യുന്നത് കരച്ചിലിനെയാണ് എന്ന് കാണാൻ പറ്റും. സൂറ സുഹ്റുഫിൽ ഇതേപോലെ തന്നെ 47-48 ആയത്തില് ഫലമ്മ ജാഅഹും ബി ആയാതിന ഇദാഹും മിൻഹാ യദ്ഹഖൂൻ, അവരുടെ മുന്നിൽ തെളിവുകൾ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനെ ചിരിച്ചു തള്ളും. എന്നിട്ട് അള്ളാഹു പറയാണ് വഅഖദ്നാഹും ബിൽ അദാബി ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ അവരെ ശിക്ഷയാൽ പിടികൂടി എന്ന് പറയുന്നത് ആ ചിരിയുടെ നേരെ ഓപ്പോസിറ്റ് പ്രതികരണം നമ്മളിൽ നിന്ന് ഉണ്ടാകാനാണ് എന്നുള്ളതാണ്. ഇനി ഖുർആനിലെ കരച്ചിലുകളെ കുറിച്ച് നിങ്ങൾ നോക്കി നോക്കുക. കുറേ ആയത്തുകളുണ്ട്. 1-2 ഉദാഹരണങ്ങൾ നോക്കി നോക്കുക. ഒന്ന്, എന്ന് പറയുന്നുണ്ട്. സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പം ചില ആൾക്കാർ എന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴും. അവരിൽ അത് ഖുശൂ വർദ്ധിപ്പിക്കും. ഖുശൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാന്റെ വലുപ്പത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അതിൽ വർദ്ധിപ്പിക്കും. അതിന് പ്രാപ്തമാക്കുന്ന എന്താണ്? കരച്ചിലാണ് എന്ന് കാണാൻ പറ്റും. സൂറ മറിയമിൽ 58 ആയത്തിൽ കുറേ എല്ലാ പ്രവാചകന്മാരെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം അത് അവസാനിപ്പിക്കുന്നത് ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഹർറു സുജ്ജദൻ വബുക്കിയ എന്നാണ്. അള്ളാന്റെ ആയത്തുകൾ കേൾക്കുമ്പം ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരഞ്ഞുകൊണ്ട് അള്ളാന്റെ മുന്നിൽ സമർപ്പിതമായി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വളരെ പ്രധാനമാണ്. ഇത് പിന്നെ നമുക്കിതിൻ്റെ ഒരു സീരിയസ്നെസ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഇത്. നമ്മളൊരു ജനറൽ മൂഡ് ജീവിതത്തിൽ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കൽ വളരെ പ്രധാനം. എന്താണ് നമ്മളൊരു 24 മണിക്കൂർ എടുക്കാൻ കഴിയില്ല, കാരണം 8 മണിക്കൂർ ഉറക്കാണ്. ബാക്കി 16 മണിക്കൂറിൽ നമ്മളെ ജനറൽ മൂഡ് എന്താണ് എന്ന് ആലോചിക്കൽ വളരെ പ്രധാനമാണ്. ഞാൻ ഇത് പറയാൻ കാരണം നമുക്കങ്ങനെ ഒരു വളരെ ഗൗരവത്തിലുള്ള ലക്ഷ്യമുണ്ടായിരിക്കെ നമ്മളെ ജനറൽ മൂഡ് എന്താണ്? മൊത്തത്തിൽ ആകെക്കൂടെ ഒരു ചിരിയും കളിയും തമാശയുമാണ് നമ്മുടെ ജീവിതമെങ്കിൽ എവിടെയോ എന്തുണ്ട്? ഈ ഒരു സീരിയസ്നെസ് നഷ്ടപ്പെടുന്നത്. എപ്പോഴാണ് നമ്മൾ ആഖിറത്തിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ഒരു ദിവസം ചിന്തിക്കാറ് എന്ന് നമ്മൾ ആലോചിക്കൽ വളരെ പ്രധാനമാണ്. ഒരു ദിവസം, ഒരു കഴിഞ്ഞ ആഴ്ച എടുത്തു കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ ഏത് ദിവസം എത്ര മിനിറ്റാണ് നമ്മൾ ആഖിറത്തിനെ കുറിച്ച് ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുള്ളത്? എപ്പോഴാണ് നമ്മൾ അവസാനം കരഞ്ഞിട്ടുള്ളത് എന്ന് ആലോചിക്കൽ വളരെ പ്രധാനമാണ്. ഇത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഈ ആയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിന് പെർഫെക്റ്റ് ഫിറ്റാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഇമോഷന് ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാത്തതാണ് നമ്മുടെ സ്ക്രോളിങ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മരണ വാർത്ത കണ്ടതിന് തൊട്ടുടനെയായിരിക്കും നമ്മൾ ട്രോളിൻ്റെ വീഡിയോ കാണുക. എന്ന് വെച്ചാൽ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരാൾക്കൊരു മരണ വാർത്ത കണ്ട്, ഇപ്പോൾ ഗസയിലൊരു വാർത്ത, എന്തെങ്കിലും ഒരു വാർത്ത കണ്ടിട്ട് അത് ഡൈജസ്റ്റ് ആണ്, ഉള്ളിലിറങ്ങിയിട്ട് ആ അറിവ് നമ്മളെ ഒന്ന് തൊടണം. ആ തൊടുന്നതിന് മുമ്പേ നമ്മളൊരു തമാശ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ട് ഒരു ഇമോഷൻ വരേണ്ടുന്ന ഒരു സംഭവമുണ്ട്. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ധാരാളം എൻ്റർടൈൻമെൻറ്റും ഇത്തരം കാര്യങ്ങളും ഉള്ളൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അള്ളാൻ്റെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. തൽഹഖൂന, നിങ്ങൾ എന്തുകൊണ്ടാണ് നിരന്തരം ചിരിച്ചും ഒരു തരം ഗൗരവമില്ലാതെ ഇരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം അൻതും സാമിദൂൻ എന്നാണ്. അഹങ്കാരത്തോടു കൂടി തലയുയർത്തിയിട്ട് ഒരു തരത്തിലും മാറ്റത്തിന് റെഡിയാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം, ഇസ്ലാം, മലക്കുകൾ, വഹി എന്നുള്ളത് ഒരു തരത്തിലും എന്ത് ചെയ്യില്ല, അയാളെ സ്വാധീനിക്കില്ല. ഇത് മൂന്നും കൂടി ഒരുമിച്ചെടുത്താൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരാളെ നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു വ്യക്തിത്വത്തിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മുന്നിൽ അഭൗതികമായ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ അള്ളാഹ് ഉണ്ട് എന്നൊരു കാര്യം വരികയാണെങ്കിൽ അജബ് അയാൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റലി അയാൾ റെസിസ്റ്റ് ചെയ്യും. കാരണം എന്താണ്? അയാൾക്ക് വളരെ വിചിത്രമായി തോന്നുന്ന ഒരു സാധനമാണ് ഇത്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധനമാണ്, അജബാണ് വരിക. രണ്ടാമത് അയാൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ സ്റ്റേജിൽ അതിനെ ചിരിച്ചു തള്ളും. കാരണം കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചാൽ ഈ സാധനം എവിടെയോ എന്നെ തട്ടും എന്നുള്ളത് കൊണ്ട് അയാൾ എന്ത് ചെയ്യും? അതിനെ സീരിയസ് അല്ലാണ്ട് ചിരിച്ചു തള്ളും. മൂന്നാമത്തെ സ്റ്റേജിൽ സാമിദൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അതിന് വഴങ്ങാതിരിക്കുന്ന, ഈ മൂന്നും കൂടി പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരാൾ കംപ്ലീറ്റ്ലി എന്താണ്, നരകത്തിന് യോഗ്യനായിട്ടുള്ള ഒരാളായി മാറാൻ ഇത് കാര്യം എന്നുള്ളതാണ്. ഖുർആനിൽ ഖസത് കുലൂബ് എന്നുള്ള പ്രയോഗമുണ്ട്. നിങ്ങൾ പിന്നെ നമ്മൾ മുന്നേ ഒരു വിഷയത്തിൽ പഠിച്ചതാണ്. ഖസത് കുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയം കട്ടിയായി പോവുക എന്നുള്ളതാണ്. ഹൃദയം കട്ടിയായി പോകുന്നത് ചിരിക്കാത്ത ആളല്ല,
ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഹൃദയം കട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ്, ആവശ്യമുള്ള ഇമോഷണൽ ഓണസ്റ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കരയേണ്ട സമയത്ത് കരയാതിരിക്കുകയും പിന്നെ പ്രതികരിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത്, കുറ്റബോധം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഹൃദയം കട്ടിയാകുക എന്നുള്ളത്. ഈ കസത് കുലൂബ് അള്ളാഹു വിശദീകരിക്കുന്ന സൂറ ബക്കറയിലെ വളരെ ഖുർആനിലെ ഏറ്റവും സുന്ദരമായ ആയത്തുകളിൽ ഒരായത്താണ് സൂറ ബക്കറയിലെ 74-ാമത്തെ ആയത്തിൽ. ആയത്ത് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അള്ളാഹു അതിൽ പറയുന്നത് സുമ്മ കസത് കുലൂബുക്കും, പിന്നീട് അവരുടെ ഹൃദയം എന്തായിപ്പോയി? കട്ടിയായിപ്പോയി. മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറത്തി ഔ അശദ്ദു കസ്വ. അവരുടെ ഹൃദയം എത്രത്തോളം കട്ടിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരിങ്കല്ല് പോലെ അല്ല, അതിലും കട്ടിയായിപ്പോയി എന്നാണ് അള്ളാഹ് ഉപയോഗിക്കുന്നത്. ഇനിയുള്ള ആയത്തുകൾ നോക്കുക. 3 തരം ഹൃദയങ്ങളെ കുറിച്ച് അള്ളാഹ് പറയാണ്. പോസിറ്റീവായിട്ടുള്ള ഹൃദയങ്ങൾ എന്ന് വെച്ചാൽ ഹൃദയം കട്ടിയാകുമ്പോഴും പോസിറ്റീവ്നെസ് ഉള്ള 3 ഹൃദയങ്ങൾ. അതിലൊന്ന് വ ഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. ചില കല്ലുകൾ എന്ത് ചെയ്യും? അത് പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം ഒഴുകും, അരുവികൾ ഒഴുകും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കട്ടിയാണ്, പക്ഷെ ചിലപ്പം ഏതൊക്കെയോ ഒരു മൊമെന്റിൽ എന്ത് ചെയ്യും? ആ സത്യം, ആ ഇമോഷൻ അയാളുടെ നിന്ന് നന്മക്ക് വേണ്ടിയിട്ട് അയാൾ പ്രതികരിക്കും. ഇതാണ് ചില കല്ലുകൾ. ചില കല്ലുകൾ ഇന്ന മിൻഹാ ലമാ യശക്കു ഫയഖ്റുജു മിൻഹുൽ മാ. ചില കല്ലുകൾ പിളർന്നു പോയിട്ട് അതിൽ നിന്ന് വെള്ളം ഒഴുകും. ചിലപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങൾ. ചിലത് നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു വാർത്ത വന്നു കഴിയുമ്പം എത്ര കട്ടിയാണെങ്കിലും ഉള്ളിൽ തകർന്നില്ലാതെ ആയിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് വെള്ളം ഒഴുകും. 3-ാമത്തെ ഹൃദയം ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ല. ചില കല്ലുകൾ നിന്നെടുത്ത് വീണ് താഴത്ത് വീണു പോകും, അള്ളാന്റെ വലുപ്പം മനസ്സിലാക്കിയിട്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ സാമിദൂൻ എന്നുള്ളതും ചിരി എന്നുള്ളതും അജബ് എന്നുള്ളതിൻ്റെയൊക്കെ ആ കസത് കുലൂബ് കട്ടിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അള്ളാഹു കരച്ചിലിനെ കുറിച്ച് ഇവിടെ പറയുന്നത് സത്യം തിരിച്ചറിയുമ്പം അതിലേക്ക് സ്വയം ഇല്ലാതായി പൊട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ഇതാണ് തെറ്റായ ക്യാരക്ടർ. ഇനി ഇതിന് നേരെ കൗണ്ടർ പാർട്ടായിട്ട് അള്ളാഹ് പറയുന്നത് പെർഫെക്റ്റ് 2 സ്വഭാവങ്ങളാണ്. അത് സുജൂദും ഇബാദത്തുമാണ്. എന്തുകൊണ്ടാണ് ഇത് പെർഫെക്റ്റ് ആകുന്നത്? സുജൂദ് ഒരാൾക്ക് ആശ്ചര്യം വരികയാണ്, അജബ് വരികയാണ്. അജബ് വന്നിട്ട് ആ അജബ് വന്ന സാധനത്തിനെ ഞാൻ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നതാണ് തെറ്റ്. സുജൂദ് എന്താണ്? ആശ്ചര്യം വന്നിട്ട് അതിനെ അംഗീകരിച്ച് അതിൻ്റെ മുന്നിൽ വിനയത്തോടു കൂടി താഴ്ന്നു വീഴുന്നതാണ് സുജൂദ് എന്ന് പറയുന്നത്. അപ്പം നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ സാഹിറുകളുണ്ട്, ജാലവിദ്യക്കാർ. നമ്മളെ ശരിക്ക് ഏറ്റവും ഇൻസ്പയർ ചെയ്യേണ്ട ഒരു വിഭാഗക്കാർ അവരാണ്. അവർ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിൽ അജബാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ജാലവിദ്യയേക്കാൾ ഭയങ്കരമായിട്ടുള്ളൊരു സാധനം. ഫിർഔൻ എന്താ ചെയ്യുന്നത്? നെഗറ്റീവാണ് ചെയ്യുന്നത്. എന്താണ്? ഡിഫെൻസീവാണ്. ആ അജബ് കണ്ടിട്ടും അതിനെ ഒഴിവാക്കുകയാണ്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? അഡാപ്റ്റീവ് സർപ്രൈസ്. അവരെന്താ ചെയ്യുന്നത്? ഉൽക്കിയ സഹറത്തു സാജിദീൻ എന്നാണ്. ആ മൊത്തം ജാലവിദ്യക്കാര് അള്ളാന്റെ മുന്നിൽ, ആ ആശ്ചര്യത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് കാലു ആമന്നാ ബി റബ്ബിൽ ആലമീൻ. നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം സുജൂദാണ് അതിന്റെ ഓപ്പോസിറ്റ്. 2-ാമത് സൂറ ഇസ്രായിൽ ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി. മുന്നേ ഉള്ള അഹ്ലുൽ കിതാബുകാരിൽ ചില ആൾക്കാർ ഇദാ യുത്ല അലൈഹിം യഖ്റൂന ലിൽ അദ്കാനി സുജ്ജദ. സത്യം ശരിക്കും അവർക്ക് മനസ്സിലായപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് സുജൂദ് ചിരിയുടെ മെന്റാലിറ്റിക്ക് ഓപ്പോസിറ്റ് ആകുന്നത്? ചിരിയുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിരി, സീരിയസ്നെസ് ഇല്ലാത്ത മെന്റാലിറ്റിക്ക് ഓപ്പോസിറ്റ് ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ സുജൂദ് ചെയ്യുമ്പം സുജൂദ് നമ്മുടെ ഉള്ളിൽ നിശബ്ദതയാണ് ഉണ്ടാക്കുന്നത്, ഗൗരവമാണ് ഉണ്ടാക്കുന്നത്, ഉള്ളിനെ നോക്കാനുള്ള ബോധമാണ് ഉണ്ടാക്കുന്നത്. അത് അള്ളാഹു നേരത്തെ പറഞ്ഞ ആ ചിരി മെന്റാലിറ്റി എന്താണ്? വിലയില്ലാതെ കാണുന്ന മെന്റാലിറ്റിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അതേപോലെ തന്നെ സാമിദൂന്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? സുജൂദും ഇബാദത്തും എന്ന് കാണാൻ പറ്റും. ഒരു വിഷയം ഇതിനോട് ചേർത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവുമുള്ള 5 നേരത്തെ നമസ്കാരം പ്രധാനമാകുന്നത് എന്ന് നമുക്ക് ഈ ആയത്തുകൾ പഠിച്ചാൽ മനസ്സിലാവും. എന്തിനാണ് നമസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതം മൊത്തത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ജീവിതത്തെക്കുറിച്ചാണ്, ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അല്ല. ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവിതം
നിരന്തരം എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ ജീവിതം നിരന്തരം ഇവിടെ ഒട്ടി നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സാധനമാണ്. സൂറ ഹദീദിൽ പറയുന്നുണ്ടല്ലോ 20-ാമത്തെ ആയത്തിൽ, അലമു നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുന്യ ലഇബും, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു കളിയാണ്, വലഹുവും അശ്രദ്ധപ്പെടുത്തുന്ന സാധനമാണ്, വസീനത്തും അലങ്കാരമാണ്, തഫാഹുറും ബൈനക്കും പരസ്പരം മേനി നടിക്കലാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജീവിതത്തിനെ കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം എന്തുകൊണ്ടാണ് നമസ്കാരം പ്രധാനമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എണീറ്റ് ഓഫീസിൽ പോയി ആൾക്കാരെ കണ്ട് 2 റീൽസ് കണ്ട് ഇങ്ങനെ നടക്കുമ്പം നമ്മളെ നിരന്തരം ഈ ജീവിതം ഓർമ്മിപ്പിക്കുന്നത് ഈ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ്. നമ്മുടെ ദൗർബല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അശ്രദ്ധമാകുക എന്നുള്ളത് നമ്മൾ ഈസിലി നമുക്ക് സംഭവിക്കുന്ന സാധനമാണ്. നമ്മളെ അശ്രദ്ധമാക്കാൻ വലിയ എന്തോ സർക്കസ് കാണിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നാൽ അപ്പം നമ്മൾ അശ്രദ്ധമാകും. രണ്ടാമത്, നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ഗൗരവത്തേക്കാൾ ലാഘവത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനേക്കാൾ ഇഷ്ടം വളരെ ലൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇത് രണ്ടും കൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൻ്റെ ഇതിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് സൂറ തക്കാസുറിൽ അള്ളാഹു പറയുന്നത്, അൽഹാക്കും അത്തക്കാസുർ, മനുഷ്യനെ ധാരാളം കാര്യങ്ങൾ അശ്രദ്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ. ഹത്താ സുർത്തുമുൽ മക്കാബിർ, ഖബറിലെത്തുന്നത് വരെ ഈ ലൈറ്റ്നെസ് ഉണ്ടാവും, ഈ ലാഘവത്വം ഉണ്ടാവും. ഖബറിലെത്തുമ്പോഴാണ് ഗൗരവത്തിലേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. അള്ളാഹ് പറയുന്നത് ഇപ്പോഴേ സമയമെടുത്തുകൊണ്ട് അതിന് ഗൗരവമാകുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമസ്കാരവും സുജൂദും ഈ ഒരു അന്തരീക്ഷത്തിൽ വളരെ പ്രധാനമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമസ്കാരം ചെയ്യുന്നത് വേഗത കുറക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ സ്പീഡിൽ പോകുമ്പം ഒന്ന് നിന്ന് 3 പ്രാവശ്യം എണ്ണി ഒതുവെടുത്ത് സമാധാനത്തിൽ നിന്ന് ശ്വാസം അടക്കി ചിന്തകളെ ഒതുക്കി പടച്ചവൻ്റെ മുന്നിൽ സമാധാനത്തോടു കൂടി ഈ വണ്ടി കുറച്ചു നേരം സ്ലോ ഡൗൺ ചെയ്യുന്നതാണ് പണി. ആ സ്ലോ ഡൗൺ ചെയ്യുമ്പം തന്നെ നമുക്ക് അതിലെന്ത് ചെയ്യും, ഗൗരവം വരും. 2, എല്ലാ നമസ്കാരങ്ങളും ഒരു ആഖിറ പേഴ്സ്പെക്റ്റീവ് തന്നുകൊണ്ടേയിരിക്കും, പരലോകത്തെ ഓർപ്പിക്കും നമസ്കാരം. അതായത് നമ്മൾ നമസ്കരിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റും വീടും നാളെ മേടിക്കാനുള്ള സ്ഥലത്തിനെ കുറിച്ചല്ല ആലോചിക്കുന്നതെങ്കിൽ നമസ്കാരം എന്ത് ചെയ്യും, പരലോകത്തിനെ ആലോചിപ്പിക്കും, ഓർമ്മിക്കും. ഉള്ളിൽ നോക്കാൻ എന്ത് ചെയ്യും, നമസ്കാരം പിന്നെ പ്രേരിപ്പിക്കും. ഒരൊറ്റ ആയത്തും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സൂറ കാഫിൽ ഞാൻ ഈ സൂറത്തിൽ സുജൂദും ഈ ഗൗരവമില്ലാത്ത അവസ്ഥയെക്കുറിച്ചും കമ്പയർ ചെയ്ത് നോക്കിയപ്പം ഏറ്റവും മാച്ച് ഈ ആയത്ത് ഞാൻ മുന്നേ ശ്രദ്ധിച്ചിരുന്നില്ല. സൂറ കാഫിൽ 40-41 ആയത്തിൽ വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറ സുജൂർ, വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രിയിൽ കുറച്ച് സമയം നിന്ന് കുറച്ച് സമയം അവനെ എന്ത് ചെയ്യുക, രാത്രി ഇന്ന് സമാധാനത്തിൽ നിശബ്ദതയിൽ അള്ളാഹിനെ പ്രകീർത്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക, രാത്രി സുജൂദ് ചെയ്യുക. എന്നിട്ട് പറയാണ് വസ്തമിയ യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ കരീബ്, ഭയങ്കര പ്രയോഗമാണ്. വസ്തമിയ, നിങ്ങൾ കേൾക്കുകയും ചെയ്യുക. അടുത്ത് നിന്നുകൊണ്ട് ഒരാൾ നിങ്ങളെ വിളിക്കുന്ന ആ ദിനത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. എപ്പോൾ ഓർക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, രാത്രി നിശബ്ദതയിൽ ഏകാന്തമായി അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ വസ്തമിയ്, നിങ്ങൾ കാതോർക്കുക. ആ നാളിനെ കുറിച്ച് കാതോർക്കുക എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഫിറ്റാണ്. സുജൂദ് തരുന്ന നിശബ്ദത എത്രത്തോളം മനുഷ്യന് ആവശ്യമാണ് എന്നതിൽ വളരെ പ്രധാനമാണ്. അപ്പം എന്താണ് ഈ ആയത്തുകളുടെ ഒരാകത്തുക എന്ന് പറയുന്നത്, എന്താണ് ജീവിത പാഠം എന്നതും കൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, നമുക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ തോന്നില്ല എന്നുള്ളത് വേറെ പ്രശ്നം കേട്ടോ, അത് വേറെ ക്ലാസ്സിൽ പറയേണ്ട സാധനമാണ്. നമുക്കൊരു അത്ഭുതവും ഇല്ല, എല്ലാം ആക്സെപ്റ്റഡ് ആണ് എന്നത് നെഗറ്റീവായിട്ടുള്ള വേറെ സാധനമാണ്. അത്ഭുതം തോന്നണം, ചോദ്യങ്ങൾ ചോദിക്കണം. പക്ഷെ അത്ഭുതങ്ങൾ തോന്നിയിട്ട് ആ അത്ഭുതങ്ങളെക്കുറിച്ച് ബാക്കിൽ പോയിട്ട് മനസ്സ് തിരിച്ചറിയുന്ന ആ നിമിഷം സുജൂദ് ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹിൻ്റെ മുന്നിൽ, ആ സത്യത്തിൻ്റെ മുന്നിൽ നമ്മുടെ നിലപാടുകളെ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് ഈ ആയത്ത് തരുന്ന ഒന്നാമത്തെ പാഠം. 2, നമ്മുടെ ജീവിതത്തിൻ്റെ ജനറൽ മൂഡിൽ ഒരു ഗൗരവം ഉണ്ടാകണം. ഒരു ദിവസം ഗൗരവമായിട്ടുള്ള സമയങ്ങൾ നമുക്ക് ഉണ്ടാകും. ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൗരവം ഉണ്ടാകാറുണ്ട്, സീരിയസ് ആറുണ്ട്. ഏതിനെ കുറിച്ചാണ്, എന്തെങ്കിലും ഇപ്പോൾ മോന് പരീക്ഷ തോറ്റാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാലറി കുറഞ്ഞാലൊക്കെ ഗൗരവത്തിലാറുണ്ട്. ആ ഗൗരവത്തെക്കുറിച്ചല്ല പറയുന്നത്. പരലോകത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഞാനവിടെ പോയി അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്ന ഗൗരവം ഒരു ദിവസം എപ്പോഴെങ്കിലൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് റിലീഫിന് വേണ്ടിയിട്ട് മൊബൈലിലേക്ക് പോകുമ്പം പിന്നെ ആ പോക്കിൻ്റെ ഇടയിൽ, ആ പോക്കിൻ്റെ ഇതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെയൊക്കെ കൂടെ ജീവിതത്തിൽ ഗൗരവമുള്ള നിമിഷങ്ങൾ ഉണ്ടാകുന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ
പിന്നെ സാമിദൂൻ ആയി പോകരുത് എന്നുള്ളതാണ്. മാറാൻ എപ്പോഴും തയ്യാറ്. അത് ഏത് ആശയമായാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സത്യമാണെന്ന് തിരിച്ചറിയുമ്പം നമ്മുടെ പഴയ നിലപാടുകളെ മാറ്റാനുള്ള ഒരു മനസ്സ് തുറസ് എന്ത് ചെയ്യുക നമുക്കുണ്ടാകുക. ചിരി കരച്ചിൽ എന്ന വിഷയത്തിൽ ഒരു ബാലൻസ് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആരോഗ്യം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇരുത്തത്തിൻ്റെ ഫലമായിട്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കിടയിൽ മറ്റ് മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അവനെ ഓർക്കുന്ന നിമിഷങ്ങൾ ധാരാളമായിട്ട് തരുമാറാകട്ടെ. എല്ലാ പ്രലോഭനങ്ങൾക്കിടയിലും എല്ലാ വിനോദങ്ങൾക്കിടയിലും എല്ലാ ചിരികൾക്കിടയിലും അവനെ ഓർക്കുന്ന കരച്ചിലുകളും ഗൗരവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ധാരാളം ഇട്ട് തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.